ഒരു പ്രണയ സമ്മാനം വാലന്റൈൻസ് ഡേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ പോവാണ്. അതിന് കൂടെ തന്നെ വെറുതെ ത്രിപ്രയാറിന് ചുറ്റിക്കറങ്ങുന്നു. സോ അതെ, ത്രിപ്രയാർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു വൈകുന്നേരം 5 മണി മുതലൊക്കെ നമ്മുടെ ത്രിപ്രയാർ കാണാൻ ഭയങ്കര രസമാണ്. നൈറ്റ് വ്യൂവും അടിപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. ഞങ്ങളിടയ്ക്ക് വരാറുമുണ്ട്. വണ്ടിയിൽ പൊക്കിയാണെന്നപ്പോൾ അമ്മച്ചിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായ ക്ലബിലോട്ട് വന്ന് മുക്കി കഴിക്കുന്ന അൽഫിയ ചായ എങ്ങനെയുണ്ട്? നമ്മളിവിടെ ആദ്യമായിട്ട് വന്നാണ് ഗൈസ്, അതുകൊണ്ട് ചായയൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് അറിയില്ല. ഇതെങ്ങനെയുണ്ട്? കായ ബജി ഇന്ന് അൽഫിയുടെ സ്കൂളിൽ ഫെയർവെൽ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പറഞ്ഞിട്ടും തീരണുണ്ടായിരുന്നില്ല. അതെന്നും അങ്ങനെ തന്നെയാണ് ഗൈസ്. ഇവിടെ ചായ കുടിക്കാൻ വന്നാണ്, പക്ഷെ വിശേഷം പറഞ്ഞിട്ടും തീരുന്നില്ല. ഫെയർവെൽ ഡേയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ല. ഫെയർവെൽ ഡ്രസ് വീഡിയോസൊക്കെ വൈകാതെ വരും എൻ്റെ അക്കൗണ്ടിലിട്ടാ. എൻ്റെ അക്കൗണ്ടിൽ ഇവളുടെ ഫെയർവെൽ ഡേയുടെ വിശേഷം എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. എൻ്റെ അക്കൗണ്ടിലുണ്ടാവും. മറ്റേ നമ്മൾ ഈ സ്വർക്കയിലിടുന്ന കാന്താരി മുളകില്ലേ, അത് അരച്ച് വെച്ചിട്ട് മുട്ടയുടെ ഉള്ളിലേക്ക് രസിക്കല്ലേ സത്യം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അടുത്തത് വൈമാൾ. അപ്പത്തേ വൈമാളിൽ എത്തിയിട്ടുണ്ട്. വൈമാളിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഒരു അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ DC ബുക്സിലേക്കാണ് പോണത്. പ്രണയ സമ്മാനം കിട്ടി പറയാം. ഞാൻ DC ബുക്സിൽ വരാറില്ല പൊതുവെ. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കും, ചിലവാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ബുക്ക് വാങ്ങിക്കാത്തത് ഇവള് 10ാം ക്ലാസ്സാണ്. ഇവളുടെ എക്സാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വന്നു കഴിഞ്ഞാൽ ചിലവാണ് DC-യിൽ. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാറില്ല. ഇപ്പോൾ അതേ വാലന്റൈൻസ് ഡേയുടെ പ്രണയ സമ്മാനം വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് DC-യിൽ വന്നാൽ എങ്ങനെയാണ് വാങ്ങിക്കാണ്ട് പോകാൻ പറ്റുക? അത്രയ്ക്ക് കളക്ഷൻസ് ആണ് കാണിച്ചു തരാം. സീരീസ് ബുക്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഹാരി പോട്ടർ സീരീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ട്വിസ്റ്റഡിൻ്റെ സീരീസ് മൊത്തം ഇവിടെ ഉണ്ട്. പിന്നെ യുവർ ഫോൾട്ട്, അതുപോലെ തന്നെ കുറേ എന്താ പറയുക നോളേജ് ആയിട്ടുള്ള ബുക്സ്. ഇതൊന്നും എൻ്റെ ലിസ്റ്റിലില്ല, പക്ഷേ തിങ്ക് ലൈക്ക് എ മോങ്ക് അങ്ങനത്തെ ബുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ആറ്റോമിക് ഹാബിറ്റ്സ്, ഇക്കിഗായ്, അങ്ങനത്തെ കുറേ ബുക്സ് ഉണ്ട്. പിന്നെ കുറേ നോളേജ് ആയിട്ടുള്ള കുറേ പേരുടെ ജീവിത ചരിത്രങ്ങളുണ്ട്. ഇക്കിഗായുടെ മലയാളം വേർഷൻ ഉണ്ട്. നോളേജ് പകർന്നു തരുന്ന കുറേ ബുക്സ് ഉണ്ട്. പിന്നെ ടു ഗുഡ് ടു ബി ട്രൂ, റിച്ച് ഡാഡ് പുവർ ഡാഡ്, പിന്നെ അതുപോലെ തന്നെ ദി ആൽക്കെമിസ്റ്റ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ മോർ ഡേയ്സ് അറ്റ് ദി മോറിസാക്കി ബുക്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി ബുക്കുണ്ട്. പിന്നെ വാംത്ത്, അതുപോലെ തന്നെ താങ്ക് യു ഫോർ ലീവിങ്, പിന്നെ സംതിങ് കോൾ ലവ്. സോ അങ്ങനെ ഇവിടെ ഫൈനലി ഉമ്മച്ചി കാലി വാങ്ങിച്ചിട്ടുണ്ട്. അൽഫിയുടെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും. ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ റീഡിങ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ആ ചേട്ടൻ പറഞ്ഞു 4 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാം, 100 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം 4 എടുക്കും. ഹായ് ഗൈസ്.